പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ പരിശോധനയിൽ ഗുരുതര പിഴവ് സംഭവിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ആശുപത്രി സൂപ്രണ്ട്. പൊന്നാനിയിൽ ഒരു കുടുംബത്തിലെ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചെന്ന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ലാബ് പരിശോധനയിൽ കണ്ടെത്തിയതാണ്. പരിശോധന കാര്യക്ഷമമായാണ് നടന്നതെന്നും സൂപ്രണ്ട് പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ റാപ്പിഡ് ഡയഗ്നോസ്ഡ് ടെസ്റ്റ് പോസിറ്റീവായി തന്നെയാണ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് മാസ് സർവേ നടത്തി 500 മീറ്ററിനും അപ്പുറം അടുത്തുള്ള വീട്ടിലെ സ്ത്രീക്ക് പോസിറ്റീവാവുകയും ചെയ്തിരുന്നു. ഹോസ്പിറ്റലിലെ ലാബിലെ ടെസ്റ്റിൽ 3 പേരുടെയും റാപ്പിഡ് ഡയഗ്നോസ്ഡ് ടെസ്റ്റ് പോസിറ്റീവ് തന്നെയാണ് എന്നും പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ പരിശോധനയിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. പനിയില്ലാത്ത സമയത്ത് എടുത്ത ടെസ്റ്റിലാകാം മലമ്പനി സ്ഥിരീകരിക്കാതിരുന്നതെന്നും സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായ ഒരു കുടുംബത്തിലെ ഒരംഗം ആദ്യത്തെ ദിവസം ശനിയാഴ്ച പോസിറ്റീവ് ആവുകയും അവർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് കുറച്ച് സമയത്തിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടുന്ന് പോസിറ്റീവ് കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ പോസിറ്റീവ് റാപ്പിഡ് ഡയഗ്നോസ് ടെസ്റ്റ് പോസിറ്റീവാണ്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ആ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ത്രീ വരികയും നമ്മൾ അവിടെ ഒരാൾക്കും മലേറിയ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അടുത്ത ആളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആകുകയും അവരെ ബ്ലഡ് സ്മിയർ അപ്പം തന്നെ നോക്കുകയും അതും പോസിറ്റീവ് ആകുകയും അവരെ ഇവിടെ അഡ്മിറ്റ് ആവുകയും എന്നാൽ അവരുടെ കുടുംബം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. ഈ നമ്മുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മാസ് സർവേ നടത്തുക 500 മീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലെ സ്ത്രീക്ക് മലേറിയ RDT റാപ്പിഡ് ഡയഗ്നോസ് ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും അവരുടെ ബ്ലഡ് സ്മിയറും നമ്മൾ പരിശോധിക്കുകയും അത് പോസിറ്റീവ് ആവുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 3 വ്യക്തികളുടെയും റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പോസിറ്റീവാണ്. അവരുടെ സ്ലൈഡുകളിൽ അവർക്ക് നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി എന്ന കൺഫർമേഷൻ ടെസ്റ്റിൽ അവരുടെ സ്ലൈഡുകളിൽ മലേറിയ പാരസൈറ്റ് നമ്മുടെ ചുവന്ന രക്താണുക്കളെ ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളും ആ ബ്ലഡ് സ്മിയറിൽ പോസിറ്റീവ് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ മലേറിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു അസുഖമാണ്. ക്ലോറോക്വിൻ അതായത് വൈവാക്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട സ്പീഷീസ് ആണെങ്കിൽ അതാണ് നമുക്കിവിടെ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളത്. അവർക്ക് വെറുതെ നമുക്ക് ക്ലോറോക്വിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കൊടുത്ത് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഇവർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ആ പനിയില്ലാത്ത സമയത്ത് എടുത്ത സ്മിയറിൻ്റെ നിന്ന് കിട്ടാതിരുന്നതാകാം അവരുടെ ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നത്. PGTV ന്യൂസ് പൊന്നാനി. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.